ആദ്യ ഷോ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഷൂട്ട് ഫുട്ടേജ് മുതലാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 70ാമത്തെ 75ാമത്തെ ഷോ ആയിരുന്നു തിയേറ്ററിൽ വന്ന ആദ്യത്തെ ഷോ. അപ്പോൾ ആദ്യ സീൻ കണ്ടപ്പോൾ തൊട്ടുള്ള റിലീസ് വരെയുള്ള ടെൻഷൻ അങ്ങനെ തന്നെ. കാരണം നമ്മൾ പുതിയൊരു ജോണറാണ് ട്രൈ ചെയ്യുന്നത്. പുതിയൊരു ജോണർ, അത് ഒരു കോമഡി സിനിമയിൽ നിന്നും ഒരു ഫൺ ഫാൻറ്റസി എപ്പിക് ഫാൻറ്റസി ജോണറിലേക്ക് മാറുമ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ അത്രയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ്സിൻ്റെ, അതായത് നമ്മൾ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സിൻ്റെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സാധാരണ പ്രീ റിലീസ് നമ്മുടെ സിനിമകൾ കാണിക്കുമ്പോൾ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഏത് സിനിമയും റിലീസ് ചെയ്യുമോ എന്നുള്ള സംശയത്തിൽ ഒരു ചാനൽ പോലും അല്ലെങ്കിൽ ഒരു OTT ചാനൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല. റിലീസ് ആകുന്നത് അതായത് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ചിലപ്പോൾ റിലീസ് മാറ്റിവെക്കാം എന്നുള്ളൊരവസ്ഥയിൽ 100% റിസ്കിൽ മാത്രമാണ് ആടിറങ്ങിയത്. അപ്പം അത് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് വന്നാൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആവുള്ളൂ എന്നുള്ളത് വ്യക്തമായ ധാരണ എനിക്കും വേണുചേട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റീസണിൽ ഞാൻ അത്യാവശ്യം ടെൻസ്ഡ് ആയിരുന്നു. ബിക്കോസ് ഒരു 100% അഭിപ്രായം വരണം എന്നായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷെ 95% ഓഫുള്ള ആളുകൾ ഈ സിനിമ കണ്ടവർ വളരെ ഗംഭീരമായ അഭിപ്രായവും പറഞ്ഞു. അത് ഞാൻ ആദ്യ ദിവസത്തെ തിയേറ്ററിൽ ഞാൻ പകുതി സമയം ഉണ്ടായിരുന്നുള്ളൂ. പകുതി സമയം ഞാൻ ഓൺലൈനിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ കിട്ടി തുടങ്ങി. സോ ഐ വാസ് ഫീലിംഗ് ബെറ്റർ. ആസ് യൂഷ്വൽ മിസ്റ്റർ മിഥുൻ മേനോൻ തോമസ് മുങ്ങിയിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് വന്നില്ല, അദ്ദേഹം അണ്ടർവേൾഡിലായിരുന്നു. റിലീസിന് ശേഷം എൻ്റെ കോള് വന്നതിന് ശേഷം തമിഴ്നാട്ടിലോട്ട് പോകണോ അതോ തിരിച്ച് കേരളത്തിലേക്ക് വരണോ എന്നുള്ള രീതിയിൽ ബോർഡറിലായിരുന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. കറക്റ്റ് അല്ലേ? ചോദിച്ചോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇനി അടുത്ത പാർട്ടിലേക്കുള്ള അഡ്വാൻസ് കൊടുക്കാൻ ധൈര്യമായി അഡ്വാൻസ് കൊടുത്തു തുടങ്ങി വിജയ് ബാബു? തിയേറ്റർ കളക്ഷൻ 60 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇപ്പൊ അത് കിട്ടിയിട്ട് ആദ്യം കടകൾ കിട്ടണം, അത് കഴിഞ്ഞ് വെണ്ണിച്ചേട്ട പൈസ കൊടുക്കണം, അതിനുശേഷം അഡ്വാൻസിലേക്ക് കിടക്കാം. അതല്ലേ എൻ്റെ ഒരു ന്യായമായ കാര്യം. ഫസ്റ്റ് മൺഡേ 3 PM ഏകദേശം ഒരു 2 CR അടുത്ത് ഗ്രോസ് വന്നിട്ടുണ്ട്. എത്രയാണ് എക്സ്പെക്ടേഷൻ ഒരു ഫൈനൽ? അല്ല, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പോകട്ടെ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു സിനിമ അങ്ങനെ ഒരു പാറ്റേൺ, ഇപ്പോൾ എൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇത്രയും ഇങ്ങനൊരു കളക്ഷൻ എനിക്ക് എൻ്റെ ലൈഫിലും ആദ്യമായിരുന്നു. നമ്മൾ ഏതൊരു പ്രൊഡ്യൂസറിൻ്റെ ഡ്രീമാണ് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മാസ് ഹിറ്റ് അടിക്കണം. അത് ഇപ്പം ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 14 വർഷമായി. അപ്പോൾ ഈ 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാസ് ഹിറ്റിലേക്ക് വന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് നിങ്ങളോടും ചോദിക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് പല ഇത് എത്ര വരാം എനിക്കും അറിയില്ല, ഞാനും ഇതിൽ പുതിയതാണ്. അപ്പം നമ്മുടെ ഒരു ഗെസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഓക്കെ, ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ഈവൻ ആവുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു ഹിറ്റായി ഇത്രയും വലിയ ഗ്രോസ് വന്നിരിക്കണം. മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓക്കെ, ഹാവ് ടു സെൽ ദ റൈറ്റ്സ്, ബ്രേക്ക് ഈവൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒരു ഫിഗറിലേക്ക് നോക്കിയിട്ട് അത് എത്തട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ്, അപ്പോൾ ഇതും ഞാൻ എൻജോയ് ചെയ്യാണ് ഈ എക്സ്പീരിയൻസ്. എത്രയാവട്ടെ എന്ന് ഞാനും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അറിയില്ല എത്ര വന്നാലും ഓക്കെയാണ്, സ്വീകരിക്കും. ഇപ്പോൾ വിജയചേട്ടനും പറഞ്ഞിട്ട് ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായി, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ഡലം പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം
അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ മഴക്കാലത്തേക്ക് മഴക്കാലത്തോടെ തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്നും ഒതുങ്ങിയിട്ട് എല്ലാവരുടെയും നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, ഫ്രീ ആയിട്ട് ലൊക്കേഷനൊക്കെ തരാമെന്ന്. അത് മാത്രമല്ല, അത് നമ്മൾ നിങ്ങൾ കാണാം, ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ട്. ഇപ്പോൾ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിൻ്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിൻ്റെ പ്രീ പ്രൊഡക്ഷനും ഒക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഈ ഷൂട്ടിംഗ് സമയത്ത് നമ്മളിപ്പോൾ സിനിമ കണ്ടപ്പോൾ ഒത്തിരി പേർക്ക് പല സ്ഥലങ്ങളിലും ചിരികൾ കിട്ടുന്നുണ്ട്. മിഥുൻ ആ ഷൂട്ടിംഗ് സമയത്ത് സന്തോഷ് ഷമീറിന്റെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ള സീൻ, അങ്ങനെ കുറെ സീനുകളുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് മിഥുൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു അനുഭവമായിരിക്കും ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ കാണുമ്പോൾ ഷൂട്ടിംഗ് ചിലപ്പോൾ തൂക്കിയ സീനുകളുണ്ട്, എല്ലാം ഉണ്ട്. അതിലേതായിരിക്കും? എനിക്ക് കൊഞ്ഞനം കുത്തുന്ന സീൻ കുറേ ദിവസമായി പറയാൻ പറ്റില്ല, സ്പോയിലറാണ്. എനിവേസ് 2-3 ദിവസങ്ങളായി ഷൂട്ട് ചെയ്താണെങ്കിൽ ഞാനതിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു ഇതെങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം സ്ലാബ് സ്റ്റിക്ക് പീക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഞാനിങ്ങനെ പറയുന്നത് വിനാചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ തമിഴന്മാരാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരുടെ സിനിമയിലെ കൊടൂര വില്ലനായ വർമ്മൻ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്തത് എന്തായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും. പുള്ളി തന്നെ ചിരിച്ചുകൊണ്ടാണ് ചെയ്യണത്. ഇതൊക്കെ ഓക്കെ ആണല്ലോ, നമ്മൾ ധൈര്യമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. സജിയോട്ടനോട് ഞങ്ങൾ ഈ ഫുട്ടേജ് കാണിച്ചു, വിനാചേട്ടൻ അസലടിച്ചിട്ടുണ്ട്, വിട്ടുകൊടുക്കരുത്. അപ്പോൾ സജിയോട്ടൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആലോചിച്ച് നോക്കുക. അപ്പം ഒരു സ്ലാബ് സ്റ്റിക്ക് കോമഡി എന്ന് പറയുന്ന ഒരു സിനിമയിലെ അങ്ങനത്തെ ഒരു രംഗം അത് ഞാൻ ഒരുപാട് ആസ്വദിച്ച ഒരു രംഗമാണ്. പിന്നെ അടുത്ത ജേട്ടൻ്റെ കൗണ്ടർ ഞാൻ സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സിനിമയിലെ രംഗങ്ങൾക്കൊക്കെ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പടനായകൻ കോമൻകുറുപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇനി ആളുകൾ കാണാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. പിന്നെ നമ്മുടെ അലേയ ബോൺ, ലാറയും കസാൻഡ്രയും 2 ടൈം ലൈനുകളിൽ ആൾക്കാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കിട്ടൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം. ആ 2 രംഗങ്ങളും ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന രംഗങ്ങളായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് മൊമെന്റുകൾ. അതുപോലെ ഇന്ദ്രൻസേട്ടൻ്റെ കുഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്, ഒരു മിറർ ഷോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും ഒരുപാട് ചിരികളോടെയും ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങളാണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായും ചിരി വരും. ഞാനിങ്ങനെ ഇവർ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവരെന്താ ചെയ്യാൻ പോണത്. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ കുറേ രംഗങ്ങളുണ്ട് നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ ചിരി വന്നില്ലെങ്കിൽ ഞാൻ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കും, ഇവർ ചിരിക്കുന്നുണ്ട്. യൂണിറ്റിലെ ചേട്ടന്മാരുടെയും നമ്മുടെ ട്രെയിനിലെ ജിപ്പിലെ ആൾക്കാരൊക്കെ നോക്കിയാൽ മതി. ആ ഹ്യൂമർ അവർ കഥ അറിഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഹ്യൂമർ വർക്കൗട്ട് ആവുമോ ഇല്ലയോ. അപ്പം ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, കുറച്ചധികം രംഗങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഇല്ല ആട് മണ്ണിൽ നമ്മൾ ഇതുപോലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അത് ആട് മണ്ണോടുകൂടി എൻ്റെ ആശങ്കയെല്ലാം മാറിയിരുന്നു. കാരണം പൊളിറ്റിക്കൽ സറ്റയർ നമുക്ക് പിടിക്കാം. നമ്മൾ കരുതി കൂട്ടിയ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനായി സീരിയസ് സിനിമയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് ചർച്ചകളും മറുചർച്ചകളും ഒക്കെ ആയിട്ട് വിവാദങ്ങളൊക്കെ വരിക. ഇത് ശുദ്ധമായ ആക്ഷേപഹാസ്യം, പൊളിറ്റിക്കൽ സറ്റയറാണ്. അത് അങ്ങനെ ഒരു സാധനം നമ്മുടെ പടത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ പറഞ്ഞാൽ ചിരിക്കുമെന്ന് തന്നെയായിരുന്നു. ആ സ്ക്രിപ്റ്റിൽ തന്നെ ഇന്ന് വരെ ആളുകൾ എടുത്തിട്ടുള്ളൂ. ആട് 1 മുതൽ 1-2 പേര് പേഴ്സണൽ മെസ്സേജ് ആട് 1 അയച്ചതൊഴിച്ചാൽ ഇതുവരെയും പി ശശിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആരും ഒരു എതിരഭിപ്രായം ഇതുവരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ നായകന് കിട്ടിയതിനേക്കാൾ ഒരു ഗംഭീരമായ ഇൻട്രൊഡക്ഷനാണ് സണ്ണി വീന് കൊടുത്തത്. ഞാൻ പറഞ്ഞ ആ സ്പോയിലർ ഇല്ലാതെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ സെറ്റ് ചെയ്തതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം അത് ഭയങ്കര ഹൈ ആയിരുന്നു തിയേറ്റേഴ്സിൽ. ഒരു മൂന്ന് പ്രധാനപ്പെട്ട ഹൈ മൊമെന്റ്സ് ആ ഇൻട്രൊഡക്ഷനിൽ തന്നെയുണ്ട്.
അതെങ്ങനെയാണ് സണ്ണിച്ചന്റെ ക്യാരക്ടർ സാത്താൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കറക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും നായകന്മാരാണ്. അപ്പം അതും ഒരു നായകൻ തന്നെയാണ്. അത് മറ്റൊരു ഈ ഇൻട്രോസ് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആവേശപ്പുറത്ത് ആട് പണിയിൽ അത്ര ഇൻട്രോസ് കൊടുത്തു. പിന്നെ ആട് 2 ആയപ്പോഴത്തേക്കും ഇൻട്രോസ് എനിക്കൊരു ബാധ്യതയായി. കാരണം ഓടിയും പ്രതീക്ഷിക്കും. ആട് 3 ആകുമ്പോഴത്തേക്കും 7 14 ഇൻട്രോസ് ആയി. ലാസ്റ്റ് പടം മുഴുവൻ മറ്റേ ഇൻട്രോ മാത്രമാകും എന്നുള്ള ആശങ്ക വരെ ആടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തത് സാത്താൻ സേവറിൻ്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വൈൽഡ് കാർഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സിനിമയിലും കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതിലാണ് സാത്താൻ സേവറെ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം അതൊരു പിന്നെ ആട് 2-ൽ എനിക്ക് സാത്താൻ സേവറിന് നല്ലൊരു എൻട്രി കൊടുക്കാൻ പറ്റില്ല. അന്ന് മഴയൊക്കെ പെയ്ത് ആകപ്പാട് ഇരുട്ടായി, ആകപ്പാടെ പ്രശ്നമായി. ഞങ്ങൾ വിചാരിച്ച ഒന്നും നടന്നില്ല. പെരുമഴ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇത്തവണ സാത്താൻ സേവറിൻ്റെ എൻട്രി തകർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലേക്ക് ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ അത് അവിടെ നമ്മുടെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടിയും പിന്നെ നമ്മുടെ ഗണ്ണിൻ്റെ ടീമുകളും അവരാണ് തീയും പരിപാടിയൊക്കെ ആയിട്ട് അവർ പറഞ്ഞാൽ ഇനി സ്പോയിലറായി. അപ്പോൾ എന്താണെങ്കിലും ഇത്തവണ സണ്ണിച്ചിട്ട് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു എൻട്രി. പിന്നെ ഇത്തിരി അണ്ടർവേൾഡ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ, പുള്ളിക്ക് അത് കൊടുക്കാം. പക്ഷെ ഷാജി പാപ്പനോ സർവത്ത് ഷെമീറോ ഒന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡ്യൂഡിന് പോലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ബാങ്കോക്കിൽ എന്തെങ്കിലും കൊടുക്കാമെന്നല്ലാതെ പുള്ളി നമ്മളൊരു അങ്ങനെ ഒരു വൻ കില്ലറായിട്ടൊന്നുമല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളി എപ്പിക് ചേസുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ പുള്ളി ഇങ്ങനെ 1000 പേരെ വെട്ടിക്കൊന്നു ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് സാത്താൻ സേവറിന് അങ്ങനെ ഒരു എൻട്രി സെറ്റ് ചെയ്തത്. അതെ ഡീറ്റെയിലിംഗ് അതെ. ഫോർത്തിൽ ഉപയോഗിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഇദ്ദേഹം ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമൊക്കെ ചേർന്ന് ഒരു ഡയറക്ടേഴ്സ് കട്ടിനുള്ള സാധ്യത തെളിഞ്ഞാൽ അങ്ങനെ ഒരു കട്ട് നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ അങ്ങനെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഡയറക്ടേഴ്സ് കട്ട് എന്നൊക്കെ പറയുന്ന ഒരു കട്ട് കാണാവുന്നതാണ്. അതിലിതെല്ലാം ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ പ്രശ്നമില്ല. 3.5 മണിക്കൂറായാലും ആളുകൾ ഇതിൻ്റെ ഒരു ഡയറക്ടേഴ്സ് കട്ട് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു പോസിബിലിറ്റിയാണ് കേട്ടോ. അങ്ങനെ സിനിമകൾ വരാറുണ്ടല്ലോ, വന്നാൽ അപ്പോൾ കാണാം. ഫോർത്തിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതല്ല. അല്ല ഓപ്ഷൻ അവസരം ഇല്ലേ? അല്ല ആദ്യം തിയേറ്റർ റൺ കഴിയട്ടെ, അതിനുശേഷം അങ്ങനെ ഇത് നേരത്തെ അതിനെ കുറിച്ചുള്ള പോസിബിലിറ്റി പറഞ്ഞിരുന്നു. എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വേർഷൻ പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിൽ ചെയ്യും. ഉണ്ട്. പിന്നെ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേ നല്ല സീനുകളൊക്കെ നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ ചിലപ്പം അപ്രത്യക്ഷമാവും. അതിൽ എനിക്ക് ആദ്യത്തെ സിനിമയിൽ ഭയങ്കര വിഷമമാണ്. ഇദ്ദേഹമൊക്കെ പറഞ്ഞിട്ട് അത് ട്രിം ചെയ്യാൻ തൊടാൻ പറ്റില്ല എൻ്റെ പടത്തിൽ എന്നൊക്കെ പറഞ്ഞ ആളാണ് ഞാൻ. പിന്നീട് നമുക്ക് നല്ല സീൻ മോശം സീൻ എന്നില്ല. കാരണം കഥ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരൊറ്റ ടാർഗറ്റിലേക്ക് നമ്മൾ ലോക്കാവും. അപ്പോൾ ഒരുപാട് സീനുകൾ ഇങ്ങനെ ചിലപ്പം പോയിക്കൊണ്ടേയിരിക്കും. അത് പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റിൽ വരുമ്പം വായിച്ചു പോകുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും. വിഷ്വലി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര വേണമെന്ന് വരില്ല. അത് 2ാമത്തെ 3ാമത്തെ സിനിമയ്ക്ക് ആയപ്പോഴും നമ്മൾ ആ ലോജിക്ക് നമുക്ക് അല്ലെങ്കിൽ ആ ഫ്ലോയെ കുറിച്ച് നമ്മൾ ബോധമാകുന്നത്. അപ്പം ഇതിൽ മാറ്റി വെച്ചിരിക്കുന്ന സീനുകൾ അടുത്തതിലേക്ക് വരില്ല. പക്ഷേ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ്. സത്യമാണ്. അത് അങ്ങനെ വേണമല്ലോ. എൻ്റെ ഒരു ടേക്കാണ് അവസാനിക്കുന്നത്. ഇപ്പം ആട് 4ഓടുകൂടി എൻ്റെ വേർഷനിലായിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നല്ല കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പ്രൊഡക്റ്റും ഇദ്ദേഹത്തിൻ്റെതാണ്. മറ്റാർക്കും ഇദ്ദേഹം ചൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും നല്ലൊരു കഥയുമായി വന്ന് അത് റീവാമ്പ് ചെയ്യാം. സ്പിൻ ഓഫ്സ് ഉണ്ടാവും. വേറെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആട് ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കഥാപാത്രങ്ങളും അതിലുണ്ടായിരിക്കും അല്ലേ. സ്പിൻ ഓഫ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ എടുക്കാം. മേ ബി ഷാജി പാപ്പൻ ടീമിനെ എടുത്ത് നമുക്ക് വേറൊരു ഒരു ടെറൈനിൽ കൊണ്ടുവന്ന് നമുക്ക് പ്ലേസ് ചെയ്യാം. അതിൽ 1-2 കഥാപാത്രങ്ങൾ വേണമെങ്കിൽ അപ്പം നമുക്കതിന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ് വൺ ലാസ്റ്റ് റൈഡോടുകൂടി ആട് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി വിച്ച് ഇസ് എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് വരുന്ന അതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ. അത് നേരത്തെ തീരുമാനിച്ചു. ഇത് റീവാമ്പ് ചെയ്യുന്ന പോസിബിലിറ്റി ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ IP ആണ്. ഇദ്ദേഹത്തിന് അത് പുതിയ സെറ്റ് ഓഫ് ആളുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 5-10 വർഷം കഴിഞ്ഞാൽ അത്രയും പോപ്പുലർ ആവുകയാണെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട് സ്പൈഡർമാനൊക്കെ വരാറില്ലേ, പുതിയ ഷാജി പാപ്പൻ ക്യാരക്ടേഴ്സ് ആണല്ലോ.
പുതിയ ഷാജി പാപ്പൻ, പുതിയ സർവത്ത് ഷമീർ, അത് വിട്ടു കൊടുക്കല്ലേ, പുതിയ സർവത്ത് ഷമീർ, അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ ഡേറ്റ് എന്തായാലും അടുത്ത സിനിമയോടുകൂടി എൻ്റെ ആട് വേൾഡ് അവസാനിക്കുകയാണ്. ആട് 3 നോക്കിക്കഴിഞ്ഞാൽ 3 ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ആട് 2 ഉള്ളതായിട്ട് ഇപ്പം ഓൺലൈനിലൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളും കണ്ടെത്തലുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ആട് 2 സക്സസ്സിലാണ് 3 അനൗൺസ് ചെയ്തത്. ഈ ആട് 2 മേക്ക് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ പാർട്ട് 4 ഒക്കെ ചെയ്യണമെന്ന് അത്തരത്തിലുള്ളൊരു കൺവിക്ഷൻ അന്നേ ഉണ്ടായിരുന്നു. ഇത് ഉറപ്പായിട്ടും ഒരു 3-ാം ഭാഗം വരെ വിജയിച്ചാൽ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ക്യാരക്ടേഴ്സ് ആണല്ലോ, ഈ 7 ക്യാരക്ടേഴ്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സബ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു വേൾഡാണിത്. അപ്പം ഇത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ആളുകൾ മടുക്കുവോളം, ഇപ്പോൾ ഫ്രാഞ്ചൈസ് സിനിമകൾ നോക്കിക്കോളൂ, ഒരു 10ഉം 11ഉം ഒക്കെ വരുന്ന 7ഉം 8ഉം ഒക്കെ വരുന്ന ഫ്രാഞ്ചൈസ് സിനിമകളുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു ഫ്രാഞ്ചൈസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് മേക്ക് ദ സെക്കൻഡ് വൺ ദ റൂൾ, മേക്ക് ദ സെക്കൻഡ് വൺ എ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 3ഉം 4ഉം 5ഉം വരെയൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഉറപ്പായിട്ടും 2ാമത്തെ വർക്കായിരുന്നെങ്കിൽ 3ാമത്തത് ഞങ്ങൾ ചെയ്യും എന്ന് ആദ്യമേ തന്നെ ധാരണയുണ്ടായിരുന്നു. ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വർക്കാവുകയാണെങ്കിൽ ചെയ്യാം. നമ്മുടെ കൺവിക്ഷൻ എല്ലായ്പ്പോഴും തിയേറ്ററിൽ വിജയിച്ചോണമെന്നില്ല. അപ്പം 2ന്റെ സമയത്ത് തന്നെ ആലോചന ഉണ്ടായിരുന്നു ഒരു 3 ചെയ്യാം. പക്ഷേ 3ന്റെ സമയത്ത് അതൊരു 2 പാർട്ട് ഫിലിമായി ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു സ്റ്റാർട്ടിംഗ് തൊട്ടേയുള്ള തീരുമാനം. ഇനി 4 ഇറങ്ങിയിട്ട് പ്രേക്ഷകർ ഈ പറയുന്ന പോലെ 5ാം പാർട്ട് വേണമെന്ന് ഭയങ്കരമായിട്ട് എഗ്രി ചെയ്യുകയാണെങ്കിൽ അതിവിടെ ചോദിക്കേണ്ടി വരും, അത് ഇനി ഇദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. വിജയിച്ചേട്ടാ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം ആട് 1 നിന്നും ആട് 3 നോക്കിക്കഴിഞ്ഞാൽ വിജയിച്ചേട്ടൻ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആസ് എ പ്രൊഡ്യൂസറിനേക്കാൾ ഉപരി എനിക്ക് ആട് 3 കണ്ടപ്പോൾ ശ്രദ്ധിച്ചത് ആസ് ആൻ ആക്ടർ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിജയിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കോമഡി അധികം ചെയ്യാൻ പറ്റത്തില്ല, അല്ല അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞ ആട് 3 നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടാണ് കോമഡി ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇൻഫാക്ട് റിയൽ ലൈഫിലും ഭയങ്കരമായിട്ട് കോമഡി പറയാനായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഈ ഒരു ടീമിനോടൊപ്പം ചേർന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ജേണി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസറാണ്? ഞാൻ എന്നും ഹ്യൂമർ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അത് ഞാനൊരു ചാനലിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ അല്ലെങ്കിൽ CEO ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു സീനിയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു സീരിയസ് പേഴ്സണായിട്ട് നമ്മളെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് പോകുന്നതാണ്. ഐ ഓൾവേസ് ലവ് ഹ്യൂമർ. നിങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ആദ്യ സിനിമ കൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമറിൻ്റെ ഫ്ലേവർ എന്നും ഉണ്ടായിരുന്നു. അത് മങ്കിപ്പനാണെങ്കിലും അടിയപ്പേര് കൂട്ടമണിയാണെങ്കിലും ഹോമാണെങ്കിൽ കൂടി ആ ഫ്ലേവർ അത്, ബിക്കോസ് ഐ ലവ് ഹ്യൂമർ ആസ് എ ജോണർ. ഞാൻ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മിഥുനറിയാം, ഓരോ ഡയലോഗും ഞങ്ങൾ സീരിയസ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ സംസാരിച്ചിട്ടില്ല. ഏറ്റവും സീരിയസ് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ഞങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഫ്രൈഡേ ഫിലിം ഹൗസ് യൂണിവേഴ്സിനെ കുറിച്ച് വിജയിച്ചേട്ടൻ ഒന്ന് പറഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് രഞ്ജിത്ത് സാറിനെ കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു. പടക്കളം സമയത്ത് ഇത് വലിയ വിജയമായിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെന്നും പറഞ്ഞു. പലിശയുടെ പലിശ സഹിതം ഈ പടത്തിലൂടെ കിട്ടിയോ? 2 ആ യൂണിവേഴ്സ് എന്ന് എക്സ്പെക്ട് ചെയ്യാം? ക്രോസ് ഓവേഴ്സിനുള്ള സാധ്യത. ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഏതൊരു പ്രൊഡക്ഷൻ ബാനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ വൺ ഓഫ് ദ ഡ്രീമാണ്. അത് നമ്മൾ മനഃപൂർവ്വം ഓക്കെ ഇനി ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാം, ഇങ്ങനെ ഒരു ക്യാരക്ടർ അത് ഇവോൾവ് ചെയ്യുന്നതാണ്. അതേപോലെ ഇപ്പോൾ ഫ്രൈഡേയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ആടിലെ കഥാപാത്രങ്ങളും പടക്കള കഥാപാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ക്രോസ് ഇപ്പം നമുക്ക് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി ആടിൻ്റെ സ്പിൻ ഓഫ്സ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി ചിന്തിക്കുന്ന കാര്യമായിരിക്കും. ഈ ഷൂട്ടിംഗ് സമയത്ത് ഒരു പിടിവാശി എന്ന നിലയിലേക്ക് ഇപ്പം മിഥുൻ നേരത്തെ പോലെ ആദ്യത്തെ ഇതുകൊണ്ടൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി സിനിമ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു സംഭവം, ഈ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതെനിക്ക് വേണം അല്ലെങ്കിൽ അതെനിക്ക് വേണം, അങ്ങനെ ഒരു ഷൂട്ടിംഗ് സ്ഥലത്തോ എഡിറ്റിംഗ് ടേബിളോ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഐ എം ദെയർ ആസ് എ ആക്ടർ ഓൾസോ, ഞാനാണ് അതിന്റെ ബാലൻസിങ് ആക്ട്. പ്രൊഡക്ഷൻ ടീം, അതായത് എൻ്റെ ബ്രദർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കാവ്യ ടീം ഉൾപ്പെടുന്ന ഞങ്ങൾ അവരുടെ ഒരു ടീം ഞാനുമായിട്ടാണ് ആർഗ്യുന്നത്. അത് എന്തിനാണ് അങ്ങനെ ഒരു സീൻ എന്ന് ചോദിക്കുകയും ഞാൻ ഇദ്ദേഹത്തോട് ഇരുന്ന് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഒരു ബാലൻസിങ് ആക്ട് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പ്രൊഡക്ഷനോട് പറയും യെസ് അത് ആവശ്യമുണ്ട്. ഇനി അതല്ലെന്ന് തോന്നിയാൽ ഞാൻ ഇതിനോട് അങ്ങനെ ഞങ്ങൾ ഡിബേറ്റ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയല്ലാതെ ഞാനും മിഥുനും തമ്മിൽ ഒരു ആർഗ്യുമെന്റിലേക്ക് പോകാറില്ല. മിഥുൻ ഞാൻ ചോദിക്കും, മിഥുൻ എന്നെ കൺവിൻസ് ചെയ്യും. ഞാൻ കൺവിൻസ് ആയില്ലെങ്കിൽ വീണ്ടും ചോദിക്കും, അപ്പം ചിലപ്പോൾ മിഥുൻ കൺവിൻസ് ആവും. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കിയ സീനുകൾ ഷൂട്ട് ചെയ്യാതെ
വേണ്ട ഒഴിവാക്കാം എന്ന് തീരുമാനിച്ച സീനുമുണ്ട്, വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഡക്ഷനെ കൺവിൻസ് ചെയ്ത സീനുകളുമുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ന് പറയുന്ന ക്രിയേറ്റർ ഒരു കണ്ണാടിയിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്ത് ലാസ്റ്റ് പ്രൊഡ്യൂസർ പുള്ളിയല്ലേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഞങ്ങൾ ഇത്രയും ഒരു ടീമായിട്ട് ഇത്രയും വലിയൊരു സിനിമ ശരിക്കും 10 മാസം കൊണ്ട് ഇത്രയും വലിയൊരു സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനും VFXും കഴിഞ്ഞ് റിലീസാക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പോസിബിൾ ടാസ്ക് തന്നെയായിരുന്നു. അത് ഇപ്പോഴും ഞങ്ങളൊരു തമാശ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഇത്രയും 230ഓളം ദിവസം ഷൂട്ട് പോയിട്ട് അന്യോന്യം പ്രൊഡക്ഷനും ഡയറക്ഷൻ ടീമും തമ്മിലോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലോ മുഖം മുഷിഞ്ഞ് ഒന്ന് സംസാരിക്കേണ്ട അവസ്ഥ പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു പടം ഷൂട്ട് ചെയ്തു എന്നുള്ള ഒരു ഫീല് പോലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില സീനുകൾ കാണുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ചാണല്ലോ സിമ്പിളായിട്ടാണല്ലോ ഷൂട്ട് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നത്. ഇവരെല്ലാവരും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ സ്വാഭാവികമായും സംഭവിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 സിനിമ ഓൾറെഡി ഒരുമിച്ച് പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഒരു ഋതുവും ഒരു മെക്കാനിക്സും ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പം കാവേരി ടീം വന്നപ്പോഴും ഒരു കൂട്ടം സഹൃദയരുടെ സംഘമാണ് ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നത്. എസ്പെഷ്യലി വേണുചേട്ടൻ. കാരണം വേണുചേട്ടൻ നമ്മൾ വെറുതെ ഇത് ബ്രഹ്മാണ്ഡ ഹിറ്റ് അടിക്കും അല്ലെങ്കിൽ വലിയ വിജയമാകും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതല്ല. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹം അല്പം ക്രിയേറ്റീവായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് പ്രോസസ്സ് പ്രശ്നരഹിതമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ലോജിക്കിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം എന്നാണ് ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ വിശേഷിപ്പിക്കാറ്. അത് ചേട്ടാ അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞ് പുള്ളിയെയും കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ 2 പേരും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും ഒരുപാട് പണം മുടക്കി ഷൂട്ട് ചെയ്ത സീനുകൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത് എന്താണെന്ന് ചോദിച്ചാൽ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ഞങ്ങൾ 2 തവണ ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് ഓൾ വർക്ക്സ് ഔട്ട്. അതെ അതെ, അത് നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂഡ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അങ്ങനെ ചെറിയ പുള്ളിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് പോയി. ജയേട്ടൻ 1-2 സിനിമകളുടെ വർക്കുമായിട്ട് പോയി. സാത്താൻ സീവറിൻ്റെ വീട്ടിൽ പോയി വീട്ടുകാരെ സിനിമ കാണിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അറക്കല്ല് ഭരതനാട്യത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് പോയി. അദ്ദേഹം തിരക്കുള്ള ആളാണ്. ഇന്ദ്രൻ ചേട്ടൻ ഖലീഫയുടെ ഷൂട്ടിൽ നിൽക്കുന്നു. ലാസ്റ്റ് കറക്കി ഞങ്ങൾ ഇത്രയും പേരെ ഒരു ആക്ടറിനെ ഹോൾഡ് ചെയ്യുന്നൊരു പരിധിയുണ്ട്. സത്യം, അതാണ് എൻ്റെ ലോജിക്കുന്നത്. അതായത് അവര് എല്ലാവരും ഈ സിനിമയുടെ റിലീസിന് 10 ദിവസം മുമ്പ് മുതൽ റോഡിൽ ഇന്റർവ്യൂസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പിന്നെ തിയേറ്റർ വിസിറ്റ്സ് കഴിഞ്ഞ ഇന്നലെ രാത്രി വരെ അവർ എല്ലാവരും കാലിക്കറ്റ്. ഇത് ആക്ച്വലി ഞങ്ങൾ 2 പേരും മാത്രം വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ വീണ്ടും ഈ ഉണ്ണിയൊക്കെ ഷൂട്ട് ചെയ്യാത്ത ദിവസം പോലും സെറ്റിൽ വരുന്നതിന് നീ ഉണ്ണിയെടുത്ത് നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞുകൊണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സക്സസ് മീറ്റ് നമുക്ക് എല്ലാവരും ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും ഇതിനൊരു സക്സസ് മീറ്റ് ഉണ്ടാവുമല്ലോ, ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് മീഡിയനെ കാണുന്നതായിരിക്കും. ചോദിക്കും. അല്ല, സ്ക്രിപ്റ്റിന്റെ ഒരു പോക്ക് വെച്ചാൽ ഞാൻ അങ്ങനെ അധികമായ അമൃത വിഷം എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളതിനകത്ത്. അതല്ല കേട്ടോ, സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി വന്നപ്പം അങ്ങനെ ഒരു സാധ്യത ഇല്ലാതിരുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ആട് 2-ൽ ചെമ്മൻചാറിൻ്റെ ക്യാരക്ടറിനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. കാരണം കഥ വേറെ ഇന്നലെ ചേട്ടൻ തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആട് 3 ആയപ്പോഴത്തേക്കും നമ്മൾ വേറെ വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ ബൈജുവേട്ടൻ്റെ ഉതുപ്പച്ചായൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അത് എല്ലാ ആട് 2-ൽ ഉണ്ടായിരുന്നപ്പം അങ്ങനെ ഒരു ട്രാക്ക് നമ്മൾ പിടിച്ചതായിരുന്നു. അത് പോസിബിലിറ്റീസ് ഇല്ലാതിരുന്നുകൊണ്ടാണ്. അല്ല നമ്മൾ ആരെയും മനഃപൂർവ്വം എഴുതി വരുമ്പോൾ നമുക്ക് കുറേ കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റാതെ പോകും. എഴുത്ത് പൂർത്തിയായ ശേഷം വായിച്ചു നോക്കുമ്പോഴാണ് അയ്യോ ഇന്ന ആൾക്കാരില്ലല്ലോ എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുള്ളത്. ഇനി പറയാൻ പറ്റില്ല, അടുത്തൊരു എപ്പിക് കൺക്ലൂഷൻ വരുമ്പോൾ ഇവരെല്ലാവരും ചിലപ്പോൾ ഇവരെല്ലാവരുടെയും, കാരണം നമ്മുടെ ഫ്രാഞ്ചൈസ് തുടങ്ങുമ്പോൾ ആളുകളല്ലേ, എല്ലാവർക്കും ഒരു കൺക്ലൂഷൻ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അതും ഇനി സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ ചിലപ്പം എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഫൈനൽ ട്രിമ്മിങ് എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്താവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആഗ്രഹങ്ങൾ എല്ലാവരെയും ഒന്ന് കാണിച്ചു പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇല്ല, പുള്ളി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അത് പറയാനും പറ്റില്ല. അതാണ് പറയുന്ന അപ്പോഴേക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു വന്നപ്പോഴേ നിർത്തിയത്. പിന്നെ സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ഇപ്പൊ നിങ്ങൾ സമയത്ത് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? വൻ ബുദ്ധിയാണ്. പഠിച്ച് SI സെലക്ഷന് പോയി എന്നിട്ട് SI ആളാണ്. വെറുതെ പോലീസിൽ കയറാൻ പറ്റുമോ? ബുദ്ധിയുണ്ട്. എന്ത് തരം ബുദ്ധിയാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ശരിക്കും ഇത്
ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇപ്പം ആടിനെ ഇപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ ചേട്ടാ പെട്ടെന്ന് തീർന്നു പോയി സിനിമ കണ്ട് ആ ക്രോസ് ഓവർ കഴിഞ്ഞ് പെട്ടെന്ന് തീർന്നു പോയി സിനിമ, പിന്നെ ഫസ്റ്റ് ഹാഫിന് കുറച്ച് ലെങ്ത് കൂടി, അങ്ങനെയൊക്കെ ഒരു ക്രിയാത്മക വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വിചാരിച്ച സിനിമയല്ല, ഞങ്ങൾ ആട് 2 പ്രതീക്ഷിച്ചാണ് വന്നത്. അപ്പം ആദ്യമേ ഞങ്ങൾ പറഞ്ഞിരുന്നു ആട് 2 പോലൊരു സിനിമയല്ല, കാലഘട്ടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്, എപ്പിക് ഫാൻറ്റസിയിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് അവസാനിച്ചതും ഈ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ലെങ്ത് കൂടിപ്പോയി എന്ന് പറയുന്നതും ഇനിയാണ് ആക്ച്വലി സിനിമ തുടങ്ങുന്നത്. ശരിക്കും ഞാൻ മനസ്സിൽ കണ്ട ഒരു സിനിമയുടെ ഇൻ്റർവെൽ വരെയുള്ള ഭാഗം, എൻ്റെ മനസ്സിൽ ഇൻ്റർവെൽ വരെയുള്ള ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും സിനിമ ഇൻ്റർവെല്ലായിട്ടേ ഉള്ളൂ, കാരണം കഥ പകുതിക്കല്ലേ നിൽക്കുന്നത്. ഇനിയാണ് ശരിക്കും നമ്മുടെ ഇതുവരെ വേൾഡ് ബിൽഡിങ്ങും അതിൻ്റെ പ്രിമൈസ് ബിൽഡിങ്ങും നമ്മൾ ഇഷ്യൂവും പറഞ്ഞു വെക്കലുമാണ് നടന്നിട്ടുള്ളത്. ഇനിയാണ് ആക്ച്വലി ശരിക്കും സിനിമ തുടങ്ങുന്നത്. ശരിക്കും സിനിമ പകുതിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1 എന്ന് പറഞ്ഞ് അബ്രപ്റ്റായിട്ട് നമ്മൾ നിർത്തിയത്. ഈ മണ്ടത്തരങ്ങൾ എഴുതാനാണ് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം അപ്പോൾ ഒരു ത്രില്ലർ, ബുദ്ധിപരമായ ഒരു ത്രില്ലറൊക്കെ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കൊക്കെ വെച്ച് കളിക്കാം. ഈ നോ ലോജിക് അല്ലെങ്കിൽ നോ ബ്രെയിനേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചിരിക്കുകയും കൂടി വേണമല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും ഹ്യൂമർ എഴുതാനാണ് ആക്ച്വലി ബുദ്ധിമുട്ട്. മണ്ടത്തരം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വയം ഒരു മണ്ടനാവാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അത് വെച്ച് ആളുകളെ സ്ക്രീനിൽ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി എനിക്ക് പേഴ്സണലി ഉണ്ട്. ചിലപ്പം ഹ്യൂമർ എഴുതാൻ എളുപ്പമുള്ള ആളുകളുണ്ടാവും. എനിക്ക് പേഴ്സണലി ത്രില്ലേഴ്സൊക്കെ എഴുതാനാണ് എളുപ്പം. ഹ്യൂമർ എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആളുകൾ ചിരിക്കണമല്ലോ. ചിരിച്ചാൽ കോമഡിയും അല്ലെങ്കിൽ ട്രാജഡിയുമാണ്. അങ്ങനെയാണ് ഹ്യൂമറിൻ്റെ ഒരു പ്രശ്നം. ആട് 3യുടെ ഷൂട്ടിംഗ് സമയത്ത് പല സിനിമകളും ചിലപ്പോൾ ഇതിൽ വിടേണ്ടതായി വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റിന്റെ സമയത്ത് ഇനി ടൈമുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വിട്ട സിനിമകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് എഴുതണമെന്ന് വിചാരിച്ച സിനിമകൾ ഉണ്ടാവും. ഇതിനു മുമ്പ് ഇത്രയും ഡേറ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച സിനിമകളൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയാണ് ഈ അടുത്ത എഴുതുമ്പോഴും ആ സമയം പോകും. അതുകൊണ്ട് തന്നെയാണോ ഇനി അതിന്റെ അടുത്ത പാർട്ട് വേണ്ടെന്ന് പറയുന്നത്? തനിക്ക് സ്വന്തമായ കുറെ സിനിമകൾ ചെയ്യാനുണ്ട്, ഇത് ഇത്രയും ഡേറ്റ്സ് നീണ്ടു പോകുമ്പോൾ അതിന്റെ ഒരു പോരായ്മ വരുന്നു നമുക്ക്? ഒരിക്കലുമല്ല. കാരണം ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ടേക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അത് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള അതേ പോളിസി തന്നെയാണ്. നമ്മുടെ ടേക്ക് അവസാനിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലരുടെയും ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ. ഇപ്പം ഞാൻ ഇവരെയൊക്കെ അങ്ങനത്തെ നമ്മുടെ കേരളത്തിൻ്റെ നാടൻ ഹിലേരിയസ് കഥാപാത്രങ്ങളായിട്ട് കാണുന്നു. എൻ്റെ ടേക്ക് അവസാനിക്കുന്നു. അത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരുപാട് പുതുമുഖ സംവിധായകർ ഞാൻ ഉൾപ്പെടെയുള്ളവരെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിന് അത് തുടർന്നു കൊണ്ടേ പോകാം. നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു ശീലമില്ലാത്തത്, ഒരു കീഴ്വഴക്കമില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നാടോടിക്കാറ്റും പട്ടണപ്രദേശം കഴിഞ്ഞിട്ട് അക്കരെ ചെയ്തത് പ്രിയദർശൻ സാറാണ്. അപ്പോൾ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇതിനെ പുതിയ രീതിയിൽ കൺസീവ് ചെയ്യാം. ഒരു ജെൻസി ഡയറക്ടർ വന്നിട്ട് ആടിനെ കൺസീവ് ചെയ്ത് അവതരിപ്പിക്കാൻ പോകുന്നത് വേറൊരു രീതിക്കായിരിക്കും. അപ്പം അങ്ങനെ കാലഘട്ടത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇനി ആർക്ക് വേണമെങ്കിലും റീവാമ്പ് ചെയ്യാം. കഥാപാത്രങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സമാപിച്ചു എന്ന് കരുതുന്നു അല്ലേ? അപ്പം ശരി, ആലോചന ഉണ്ടായിരുന്നു. അതും സ്പോയിലറായി പോകുന്നതുകൊണ്ട് പറയുന്നില്ല. വാട്ട് ഇഫ് ഞങ്ങളൊരു ചെറിയ പീസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെയും വരാമല്ലോ. ഒരു ചെറിയ ആലോചന ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ പിന്നെ ഞങ്ങൾക്കത് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്ത് തോന്നുന്നുണ്ട്, ഇപ്പൊ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കട്ട് ചെയ്തതിൽ ഏതെങ്കിലും ഒരു സീനുകൾ വെച്ചിരുന്നെങ്കിൽ? ഇല്ല. ഇനി വെച്ചിരുന്നെങ്കിൽ വിഷ്വൽ ഗ്രാൻഡുള്ള 1-2 സീനുകൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അക്ഷയ് രാധാകൃഷ്ണനൊക്കെ അഭിനയിച്ച ഒരു അടിപൊളി സീൻ ഉണ്ടായിരുന്നു. ആ വില്ലേജിൽ ഉള്ള അതൊന്ന് വെച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. അത് അത്രയും ഭയങ്കര രസമായിട്ട് 6-7 കുതിരകളൊക്കെ വെച്ച് ഞങ്ങളുടെ സിനിമയിൽ ഏറ്റവും മനോഹരമായ സീനുകൾ ഉണ്ടായിരുന്നു. അത് ഹ്യൂമർ വരുന്നു. അത് പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും അത് ഇനി അക്ഷയനെ വിളിച്ചത് പറയണം. അക്ഷയ് സോറി, ഞാനിതുവരെ അവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡയറക്ടേഴ്സ് കട്ടില്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കാണാം. കാരണം വളരെ ഗംഭീരമായിട്ടുള്ളൊരു സീനായിരുന്നു. അത്രമേൽ ഗ്രാൻഡ്യൂറുള്ള, അത്രമേൽ രസമായിട്ട് വന്നിട്ടുള്ളൊരു സീനായിരുന്നു. പക്ഷേ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. അതുപോലെ എനിക്ക് മോശമല്ലാത്ത നല്ല ചെറുതല്ലാത്തൊരു വിഷമമുണ്ട്. അത് ഞങ്ങളുടെ പ്രൊമോ സീനായിരുന്നു. കണ്ടിരുന്നു. എല്ലാവരും അങ്ങനെ വിചാരിച്ചത്.
ഇതിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് പ്രൊമോഷൻ ഉപയോഗിച്ചത്. ആദ്യം തന്നെ ഞങ്ങൾ ഭൂതകാലത്തിൻ്റെ കുറേ പോസ്റ്റേഴ്സ് വെച്ച് വിട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കാലയമാരി തറയിലടിച്ചു, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം സഹിച്ചു. കാരണം അതായിരുന്നു സ്ട്രാറ്റജി. എന്തൊരു പുതിയൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രസൻറ്റിലെ ലുക്കുകൾ വിട്ടു, പിന്നെ ട്രെയിലർ ഇങ്ങനെ വന്നു, പിന്നെ പ്രൊമോ സീൻ അങ്ങനെ ഒരു ബോധപൂർവമായ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ ഇതിൻ്റെ പ്രൊമോഷനിൽ പ്രയോഗിച്ചത്. അത് ആ പോസ്റ്റർ വിട്ടതിൽ തൊട്ട് തുടങ്ങി. പിന്നെ ഇനിയിപ്പം ആ സീൻ കണ്ടതുകൊണ്ട് ആട് 4 വരുമ്പോഴത്തേക്കും അറക്കൽ അബുവിൻ്റെ കൺക്ലൂഷൻ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. 2 തവണ പുള്ളി തല്ലി മേടിച്ച് കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചടിച്ചിരിക്കും. അതായിരിക്കും പുള്ളിയുടെ ക്യാരക്ടർ കൊടുക്കാൻ പോകുന്ന ക്ലോഷർ. കൈവെട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിച്ചെങ്കിലും അടിച്ചിരിക്കും. അതാണ് പുള്ളിക്ക് കൊടുക്കാവുന്ന ക്ലോഷർ. എന്തിനു ഹാർട്ടറ്റാക്ക് വന്ന് ചാവാനോ ഷൂട്ടിനിടയ്ക്ക്? ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ഒരു വേണിച്ചേട്ടനെ പോലെ ഒരു പാട്ടറിനെ എടുക്കുന്നത്. അതൊരിക്കലും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമായിരുന്നില്ല. എനിക്കതിലൊരു സന്തോഷമുള്ളത് വേണിച്ചേട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരു ആളുടെ കൂടെ ഇത് ചെയ്തത്. അല്ലാതെ ഒരു ബോംബെ സ്റ്റുഡിയോ ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്തില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് കൂടുതൽ. ഇടയിൽ ഇത് സംഭവം എന്ന് പറയുമോ, ഇതിനകത്ത് ഇത്രയും വലിയ കോടികളുടെ റിസ്ക് എടുക്കുന്ന ഇദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ 2 വേഷത്തിലൂടെ നിൽക്കേണ്ട ഒരു ആക്ടർ കൂടിയാണ്. അതിന്റെ സംഘർഷം നമ്മൾ കാണുന്നതല്ല ഇതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ. അത് ഒരു വലിയ ടാസ്ക്കാണ്. ഇനി അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനത്തെ ആലോചനകളിലേ പോയിട്ടില്ല. ആദ്യം തൊട്ടേ ഒരു പാർട്ട്ണർ എന്നുള്ള ലൈനിൽ തന്നെയായിരുന്നു ഇദ്ദേഹം മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യത്തിന് കറക്റ്റ് വേണിച്ചേട്ടൻ വന്നു ചേർന്നു. ആടിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ പകുതിയായ സ്ക്രിപ്റ്റാണ് പുള്ളിക്ക് കൊടുത്തത്. നമ്മൾ 2 പാർട്ട് ഫിലിമാന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്തൊരു കുത്തിത്തിരിപ്പോ സൈഡിലിരുന്നുണ്ട് കഥകളെ പറഞ്ഞതാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇവിടെ വന്നതിനും. ഇനി നമുക്ക് എല്ലാവർക്കും ഇതിന്റെ സക്സസ് സെലിബ്രേഷന് നമുക്ക് ഒരുമിച്ച് കൂടാം. റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു ചുറഞ്ഞല്ല, ഡബിങ് ഷൂട്ടിൽ വന്നിട്ട് കരഞ്ഞ് കണ്ണീര് കുടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ മുഴുവൻ ചെറിയ ആട്ടും തൂക്കുക ചെറിയ സീൻ മറ്റേ ഡബ് ചെയ്യാൻ വന്നിട്ട് കേട്ടിട്ട് പോയ ആളാണ്. പറഞ്ഞേക്ക് ലാസ്റ്റ് 5 ദിവസം കൊണ്ടാണ് ഡബിങ് പൂർത്തിയാക്കിയത്. പറഞ്ഞോ കേട്ടോ, ഞാൻ പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ആ സീൻ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ചോദ്യത്തില് വർക്കൗട്ടായി. പി ശശി ഇദ്ദേഹം തമ്മിലുള്ള പുള്ളി വന്നു സഭ മറ്റെന്താ പറയുക സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളില്ലാത്ത പുള്ളി വളരെ ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്തു. ആ സീൻ കറക്റ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് വർക്കൗട്ട്. അതിലെ ഇന്ദ്രൻസേട്ടൻ തിരിച്ചു പറയുന്ന ഡയലോഗ് എല്ലാം എഴുതിയ പുള്ളി തന്നെയാണ്. അതെ. അപ്പോൾ ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ബാക്കി നമുക്ക് ഇതിന്റെ സക്സസ് മീറ്റിൽ കാണാം. കൂടെ നിന്നതിനും പ്രോത്സാഹിപ്പിച്ചതിനും ആടിനെ ഇതുവരെ എത്തിച്ചതിനും എല്ലാവർക്കും ആട് ടീമിന്റെ നല്ലൊരു സെലിബ്രേഷൻ നമുക്ക് ഇതിന്റെ സക്സസ് മീറ്റിന് എല്ലാവരുമായിട്ട് ചേർന്ന് ചെയ്യാം.